സച്ചേട്ടൻ പറഞ്ഞതുപോലെ ആരുടെ ഭാര്യയായിരുന്നാലും താലിയുടെ വില കിട്ടാത്തടുത്ത് ഒരു സൗഭാഗ്യം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മോളെ ദേ വരുന്നു. ഈ വീട്ടുമുറ്റത്ത് നിന്ന് നമ്മൾ ഇതേപ്പറ്റി സംസാരിക്കുന്ന ഒരു ദിവസം എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. നമുക്ക് ഇന്ന് തന്നെ മടങ്ങിപ്പോവാം. സച്ചേട്ടൻ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കണ്ട. ഞാൻ പോയി അച്ഛനോടും അമ്മയോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കട്ടെ. അർച്ചന, താൻ വേണമെങ്കിൽ ഇവിടെ നിന്നോ, പതുക്കെ വന്നാ മതി. വേണ്ട സച്ചേട്ടാ, ഞാനും വരാം. ഒരുമിച്ചിനി അധികകാലം ഇല്ലല്ലോ, ഉള്ള കാലം ഒരുമിച്ച് ജീവിക്കാം. പിന്നെ എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. എൻ്റെ ആ വലിയ പ്രാർത്ഥന സച്ചേട്ടന് മനസ്സിലായല്ലോ. എൻ്റെ ബാക്കി വിഷമങ്ങളൊക്കെ അതിലങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിക്കോളും. കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ നന്ദൻ ഏത് നിമിഷം ഇവിടേക്ക് വരും. അങ്ങനെ ഇവിടേക്ക് വന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞാ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. അതുകൊണ്ട് നന്ദൻ വരുമ്പോ താൻ ഇവിടെ ഉണ്ടാവരുത്. താൻ മാത്രമല്ല, ആരും. അച്ഛാ, അർച്ചന ഇവിടെ ഇല്ലല്ലോ. അച്ഛന് ഇൻസുലിൻ എടുത്തുതരാൻ വേണ്ടി വന്നതാ. പറഞ്ഞ പോലെ അർച്ചനോട് പോയ ശേഷം ഒന്നും വിളിച്ചില്ലല്ലോ. കുറെ നാളുകൂടിയിട്ട് അവള് സ്വന്തം വീട്ടിലേക്ക് പോയതല്ലേ. അവള് പതുക്കെ വരട്ടെ. ആ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരട്ടെ. അച്ഛനിരിക്കെ. അനുപേട്ട, സച്ചി അർച്ചനയും പോവാൻ നിൽക്കുക. അനുപേട്ടൻ അവിടെ അന്വേഷിക്കോ? എനിക്കാരെയും കാണണമെന്നില്ല. ഞാൻ തലവേദന എടുത്ത് കിടക്കാമെന്ന് പറഞ്ഞേക്ക്. അനുവേട്ട, ഞങ്ങൾ ഇറങ്ങുക. എനിക്കറിയാം അനുവേട്ടൻ എന്നോട് ദേഷ്യമാണെന്ന്. സന്ദീപിന്റെ കാര്യം കൂടി വന്നപ്പോ ആ ദേഷ്യം കൂടിയെന്നും അറിയാം. ഞാനൊരു മാപ്പ് പറഞ്ഞ് തീരുന്ന പ്രശ്നങ്ങളെ നമ്മൾ തമ്മിൽ ഉള്ളുവെങ്കിൽ അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നേ.
എന്റെയും അർച്ചനയുടെയും കാര്യത്തെക്കാൾ ഇപ്പൊ നോക്കേണ്ടത് എന്റെ അനിയന്റെയും അനുവേട്ടന്റെ അനിയത്തിയുടെയും ജീവിതത്തെക്കുറിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിലെതിര് നിൽക്കുന്നത് അനുവേട്ടനാ. പരസ്പരം സ്നേഹിച്ച രണ്ട് മനസ്സുകളെ നമ്മളായിട്ട് പിരിക്കണോ ഏട്ടാ? എന്നോടും എന്റെ കുടുംബത്തിനോടുള്ള ദേഷ്യം ഏട്ടൻ മറക്കണം. എന്നിട്ട് അവരുടെ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിക്കാം. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. നിങ്ങൾ എന്താ, സമ്മതിച്ചോ? സമ്മതം. സമ്മതമാണ്. അനുപേട്ടന് ഞാനും എന്റെ ഭർത്താവ് ഉറപ്പ് തരുന്നു. സന്ദീപിനെ ആതിരയും ഞങ്ങൾ വിവാഹം കഴിപ്പിക്കും. ഞാൻ പറഞ്ഞത് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതം പോലെ ആവരുത് അവരുടെ ജീവിതം കൂടി എന്ന് ഉദ്ദേശിച്ച. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ചത് എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയാ. നിങ്ങൾ രണ്ടുപേരും കുറ്റമൊന്നും ചെയ്തിട്ടില്ല. വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ മനസ്സറിയാൻ ഞാൻ പോലും ശ്രമിച്ചില്ല എന്നുള്ളതാണ് ശരി. അതിനി ആരെയും പഴിച്ചിട്ടും കാര്യമില്ല. അതുപോലെ ആവരുത് ആതിരയുടെ ജീവിതമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ലല്ലോ ഏട്ടാ. കുഴപ്പം മുഴുവൻ അൻപേന്റെ ചിന്തകൾക്കാ. സന്ദീപ് നല്ല പയ്യനാ. നമ്മുടെ ആതിരെ അവൻ പൊന്നുപോലെ നോക്കും. അത് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. ഞാനോ സച്ചേട്ടനോ ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കുന്നത് അനുപേന്റെ സമ്മതം കൂടി വാങ്ങിച്ചിട്ടാകണമെന്ന് സച്ചേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞങ്ങളിപ്പോ അനുപേന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. തീരുമാനം അനുപേട്ടൻ പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും മുമ്പിലുണ്ടെങ്കിൽ നിഷ്പ്രയാസം അവരെ ഒന്നിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അനുപേന്റെ മനസ്സ് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അനുപേണ്ണ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ആതിരയ്ക്ക് കിട്ടും, അവൾ സ്നേഹിക്കുന്ന സന്ദീപ് വഴി. ഇവിടെ നമ്മൾ 3 പേരും അങ്ങ് ഉറപ്പിക്കുക, ആതിര സന്ദീപിനുള്ളതാ. എന്താ അനുപേട്ട, സമ്മതമല്ലേ?
ഹലോ വാട്ട്? ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ആരെപ്പ വന്നാലും ആ നിമിഷം എന്നെ അറിയിക്കുകയും വേണം. നിനക്കെന്താ ഒരു ടെൻഷൻ? അല്ല അങ്കിള്. അങ്കിള്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. നല്ലോണം പ്രാർത്ഥിക്ക് അങ്ങേരുടെ ഉയിര് പോവാതിരിക്കാൻ. അങ്ങേരെ ദൈവം മുകളിലേക്ക് വിളിച്ചാലേ നിന്റെ വിവാഹം വൈകും, ചിലപ്പോൾ നടന്നില്ലാന്നും വരും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തണ്ട. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്ത് വന്നാലും വിളിക്കണം. ആ. നിങ്ങളിവിടെ നിന്നാ മതി. നേരെ പോയിട്ട് മുകളിലോട്ട് പോയാൽ മതി. സന്ദീപേ, അച്ഛൻ അകത്തുണ്ട്. നന്ദനെ കണ്ടെത്താൻ കുറച്ച് സമയം കൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. സേതുമാധവൻ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ അയാൾ നേരെ വീട്ടിലേക്ക് വന്നാലും ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ മാഡം. പിന്നെ ഹോസ്പിറ്റൽ പരിസരത്തും നമ്മുടെ ആളുകൾ വേണം. അയാൾ ചിലപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പരിസരത്തും വീടിന്റെ പരിസരത്തും നമ്മുടെ ആളുകൾ നിർബന്ധമായിട്ടും വേണം. ശരി മാഡം. പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. ശരി. ഡോക്ടർ അച്ഛൻ കണ്ടു തുറന്നോ? എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. ഡോക്ടർ, എന്റെ അച്ഛന് ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങാനാവൂ. അല്ല, ശരിക്കും എന്താ പറ്റിയത്? അറിയില്ല ഡോക്ടർ. അവന്തികേട്ടത്തിന്റെ നിലവിളി കേട്ട ഞങ്ങൾ ഓടിച്ചെന്നത്. അപ്പോ അവന്തികയാണോ അങ്കിളിനെ ആദ്യം ഈ അവസ്ഥയിൽ കണ്ടത്? അതെ. ശരി ശരി, നിങ്ങളിങ്ങനെ ടെൻഷനാവാൻ മാത്രമൊന്നുമില്ല അല്ലേ ഡോക്ടർ? അതെ, പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ടെസ്റ്റുകളൊക്കെ കഴിയട്ടെ, എന്നിട്ട് വിശദമായി സംസാരിക്കാം നമുക്ക്. എല്ലാം ശരിയാവും. ഈ സേതു എന്ന് പറയുന്ന ആള് ഡോക്ടറുടെ ബന്ധുവാണോ? അല്ല, കൂടുതൽ അടുപ്പവും മറ്റും കാണിക്കുന്നോണ്ട് ചോദിച്ചതാ. രക്തബന്ധമൊന്നും അല്ല, പക്ഷെ അതിനേക്കാളൊക്കെ ബന്ധം എനിക്ക് ആ കുടുംബത്തോടുണ്ട്. പിന്നെ ഡോക്ടർ, സേതു അങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയ അങ്ങളുടെ ബന്ധുക്കളെ ആരെ അറിയിക്കരുത്. ഓക്കെ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ആ പേഷ്യന്റിന്റെ കാര്യം? അങ്ങനെ പേടിക്കാനൊന്നുമില്ല. വീഴ്ച കാരണം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. അതത്ര സിവിയർ ഒന്നുമല്ല.
അല്ല അയാളെങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ വന്ന് പെട്ടു? ഞാൻ ഫാമിലേക്ക് പോകുന്ന വഴി കാറിന്റെ മുന്നിൽ വന്ന് ചാടിയതാ. ഓ, അയാളുടെ ബോഡിയിൽ മർദ്ദനം ഏറ്റതിന്റെ ധാരാളം പാടുകളുണ്ട്. ലോറാസെപ്പത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഓ, സെഡേറ്റീവ്. അയാളെ ആരോ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു എൻക്വയറി നടത്തുന്നതല്ലേ ഡോക്ടർ നല്ലത്? ആദ്യ ആൾക്ക് ബോധം വരട്ടെ, എന്നിട്ട് നോക്കാം. ഞാനിന്നൊരു സ്കാനിങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാം. സന്ദീപേ, ദേ ഈ മെഡിസിൻസ് ഒന്ന് വാങ്ങി വരൂ. ICUലേക്കാ. ഞാനിവിടെ നിൽക്കാം. സ്നേഹ എവിടെ? ആ, അവള് താഴെയുണ്ട്, ക്യാൻറ്റീനിൽ. എന്തായാലും ഇത്ര നേരം ഇവിടെ നിന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞ് ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. ഒന്നും കഴിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. നാശം പിടിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ഇവളുടെ കണ്ണി പെടാതിരിക്കുന്ന ബുദ്ധി. ആ കിളവന്റെ അവസ്ഥ നോക്കിയതിന് ശേഷം മതി ഇവൾ എന്നെ കാണുന്നത്. ആരാ? ഈ പേഷ്യന്റിന്റെ ആരെങ്കിലും ആണോ? ആ, അല്ല. പിന്നെന്താ ഇവിടെ നിൽക്കുന്നേ? ആ, അത് ഈ ക്യാൻറ്റീൻ എവിടെയാ? ക്യാൻറ്റീൻ അപ്പുറത്താ. ആ, സേതുമാധവൻ. എടുത്തി ഏട്ടത്തി മുറി ചെന്നപ്പോ അച്ഛൻ വയ്യാതെ കിടക്കായിരുന്നു. ഞാൻ അത് ചെന്നപ്പോ അച്ഛൻ തറയെ കിടക്കായിരുന്നു. അച്ഛൻ അവിടെ ഇല്ലാത്തോണ്ട് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കാൻ പോയതാ ഞാൻ. ഈശ്വരനായിട്ടാ എന്നെ ആ നിമിഷം അവിടെ എത്തിച്ചത്. അല്ലായിരുന്നെങ്കില് അർച്ചനെ അവന്തിക എടുത്തിയും അവിടെ ഇല്ലാത്ത സമയത്തെങ്കിലും അച്ഛന്റെ കാര്യങ്ങൾ നിനക്കൊന്ന് നോക്കിക്കൂടെ സ്നേഹേ? നീയും അനഘയൊക്കെ അവിടെ ഉണ്ടാവുന്ന ഉറപ്പിലല്ലേ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്?
ഞാൻ സന്ദീപിനോടും കൂടെ ചോദിച്ചത്. ഹലോ. ആ, ഇന്നിനി ഒരു മീറ്റിംഗും വെക്കണ്ട, എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. എടുത്തേ, എന്തെങ്കിലും അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കുള്ളൂ. ഏയ്, അത് സാരമില്ല സച്ചി, മാറ്റിവെക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇവിടിപ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആരുമില്ല. അതെ, എടുത്തി വീട്ടിലേക്ക് പോയിക്കോ.